അപ്പൊ എന്റെ വരുന്ന പറയുന്ന ഗൈസ് നമ്മൾ 3rd ഇന്റർനാഷണൽ ട്രിപ്പ് പോവുകയാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് നേരത്തേക്ക് ഞങ്ങൾക്കും കൂടെ അറിയായിരുന്നു, പക്ഷെ ഗൈസ് ഇപ്പൊ എനിക്ക് പറഞ്ഞില്ല. അത് മാത്രമല്ല ഗൈസ്, നമ്മൾ ഇന്നാണ് ഫ്ലൈറ്റ്. പക്ഷെ ഗൈസ് ഞാൻ കഥ പറഞ്ഞുതരാം ഗൈസ്, ഒരു വലിയ കഥയാണ്. അപ്പൊ എല്ലാവരും പോപ്കോൺ വെച്ചിരുന്നോളാം, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇന്ന് സൺഡേ ആണ്, നാളെ മൺഡേ ആണ്. ഓക്കെ, അപ്പോ നാളെ 22 ആണ് ഡേറ്റ്. ഓക്കെ, ഇന്ന് 21 സൺഡേ. അപ്പൊ എന്റെ അടുത്ത് അമ്മ നേരത്തെ രണ്ട് മാസം മുമ്പേ പറഞ്ഞു ഫ്ലൈറ്റ് 22-ാണ്, ഫ്ലൈറ്റ് 22-ാണ്, 12 മണിക്ക് 22-ാണ് പറഞ്ഞു. അപ്പൊ ഞങ്ങളെല്ലാരും വിചാരിച്ച 22 രാത്രി 12:30 ആണ് ഫ്ലൈറ്റ്. അപ്പൊ സത്യം പറഞ്ഞ സൺഡേത്തെ ഫ്ലൈറ്റ് ആയിരുന്നു 12:30 രാത്രി. മമ്മ വിചാരിച്ചു മൺഡേ രാത്രിയാണെന്ന്. എന്നിട്ട് ഗൈസ് മമ്മ ചുമ്മാ ഇരിക്കുക, ചപ്പാത്തി ഡാഡിക്ക് കൊടുക്കായിരുന്നു രാത്രി. ചപ്പാത്തി നമുക്ക് ഓക്കെ അല്ലേ? എന്തിനു ചപ്പാത്തി? നമ്മൾ അല്ലല്ല, ഡാഡി പറഞ്ഞു എന്തിനാ ചപ്പാത്തി വേണ്ട, നമ്മളൊന്ന് പോവല്ലേ. അപ്പൊ അമ്മ പറഞ്ഞു ഇല്ല പോകുന്നില്ല. എന്നിട്ട് മമ്മന്റെ കലണ്ടറിലെ ഡേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഡേറ്റ് എന്താ ഡേറ്റ് ആയിരുന്നു അത്. പക്ഷെ ഡാഡിനെ വിശ്വസിപ്പിച്ചു. എന്നിട്ട് കൊറേ കഴിഞ്ഞ് ഉച്ചയായി സമയം. എന്നിട്ട് ഡാഡി ജസ്റ്റ് ഒന്നും കൂടെ ചോദിച്ചു ഇന്നാണോ നാളെയാണോന്ന്. എന്നിട്ട് ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായി നാളെ 12 മണിക്കല്ല. അവിടെ അദ്ദിക്കുട്ടിന് പിന്നെ വലിയ ഇതൊന്നുമില്ല. പക്ഷെ ഞങ്ങള് ശരിക്കും ഡാഡി അന്ന് നോക്കിയില്ലെങ്കിൽ 2 പ്രാവശ്യം ഞങ്ങള് ചമ്മി. നമ്മുടെ ടിക്കറ്റ്സ് എല്ലാം, ഫ്ലൈറ്റ് എല്ലാം ക്യാൻസൽ ചെയ്തേനെ. ക്യാൻസൽ ചെയ്യില്ല, മിസ്സായല്ലേ ടിയ? വിശ്വസിക്കാൻ എനിക്ക് ഒരു ഐഡിയ ഇല്ല ഗൈസ്. അപ്പൊ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നില്ല, കാരണം ഞങ്ങൾ എല്ലാവരും പേടിച്ചിരിക്കുകയാണ് അല്ലേ ടിയ? ശരിക്കും പറ്റുന്നില്ല. അപ്പൊ അദ്ദിക്കുട്ടിന്റെ നൈറ്റ് നമ്മൾ 12:30 മിഡ് നൈറ്റ് ഫ്ലൈറ്റ് ആണ്. അപ്പം ഇതാണ് അദ്ദിക്കുട്ടിന്റെ ഔട്ട്ഫിറ്റ്. ടീക്കുട്ടിന്റെ ഔട്ട്ഫിറ്റ് നോക്കട്ടെ. ടീക്കുട്ടിയുടെ ഒരു ഇൻവെസ്റ്റിഗേറ്റർ ലുക്ക് ഉള്ള ഒരു ഡിറ്റക്റ്റീവ് ലുക്ക് ഒക്കെയാണ്. എന്തായാലും നമ്മളിന്ന് നെയിൽസ് നോക്കട്ടെ ഗൈസ്. സീ ടീക്കുട്ടീസ് നെയിൽസ്. നെയിൽ പോളിഷ് കണ്ടോ? നേരെ ഫിറ്റ് അല്ല ഇത് കണ്ടോ? അയ്യോ. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ ഇനി എയർപോർട്ടിലോട്ട് പോകുന്നു അല്ലേ? അവിടെ വെച്ച് നമ്മൾ നമ്മുടെ പ്ലേസ് റിവീൽ ചെയ്യണു. നിങ്ങൾ ഒരു മിനിറ്റ് കമന്റ്സ് ഒക്കെ ഇട്ടോളും, നമുക്ക് ഓഡിയോയിൽ തന്നെ നമ്മൾ റിപ്ലൈ തരാം. പലതും നമ്മുടെ കൺട്രിന്ന് വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാം അല്ലേ? ടീക്കുട്ടി ഭയങ്കര കലിപ്പിലാണ്. കാരണം എന്താണ്? ഏതാ പോയേ? അദ്വിക്കാണ് കളഞ്ഞത്. അദ്വിക്ക് ഇങ്ങോട്ട് വരൂ. ചേച്ചിയുടെ നെയിൽ എക്സ്റ്റൻഷനോ എന്തായാലും പറയാ. നെയിൽ കോപിക്കരുത്, ദേഷ്യപ്പെടരുത്. നെയിൽ എക്സ്റ്റൻഷൻ ആ സംഭവം പോയി ഗൈസ്, പോയി, എല്ലാം പോയി. അപ്പം നമ്മളിപ്പോൾ എയർപോർട്ടിലേക്ക് പോവാട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഫുഡ് കഴിക്കാൻ നിർത്തിയിരിക്കുകയാണ്. ഭയങ്കര ഹൊറർ ആൻഡ് ടെറർ ആയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പാരഗണിൽ പതിവ് തെറ്റിക്കാതെ നമ്മൾ മാക്രോൺസ് ട്രൈ ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഡാഡി ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഡാഡിക്ക് മാക്രോൺസ് ഒന്നും കിട്ടിയില്ലല്ലോ. അയ്യോ ഗൈസ്, ഡാഡിക്ക് പാവം ആരും കൊടുത്തില്ല കേട്ടോ. ഡാഡി വരുമ്പോഴത്തേക്കും സാധാരണ ഡാഡിയാണ് നമുക്ക് കഴിക്കാനൊക്കെ കാണിച്ചു തരുന്നത്. ഓക്കെ, ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചിക്കൻ കറി, പിന്നെ ടീക്കുട്ടി ആപ്പെന്നാ പറഞ്ഞിട്ടുള്ളത്. എനിക്കറിയേണ്ടത് ടീക്കുട്ടി ഈ നെയിൽ വെച്ചിട്ട് എങ്ങനെയാണ് കഴിക്കണേന്നാണ്. എന്നിട്ട് ആ നെയിലിൽ എന്തെങ്കിലും സാധനം പോയിട്ടുണ്ടെങ്കിലോ? ടിയ ആ നെയിലിലെ സാധനം വയറ്റിൽ പോയാലോ? അതാ ഞാൻ പറഞ്ഞത്. ഇവിടെ ആപ്പം എടുത്തിട്ട് ഇത് ഇങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെയൊക്കെയാണ് കഴിക്കണേ. ഒരു കാര്യം കാണിച്ചു തരാം. എന്താ ഇപ്പം ഇളകി വന്നേ ടിയ? എവിടെ എന്താ ഇളകി വന്നേ? കാണിച്ചേ. ഗൈസ്, ഒരു നെയിലും കൂടെ ഇളകി വന്നിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മളിപ്പോൾ എവിടെ എത്തിയിരിക്കുന്ന ടിയ? എയർപോർട്ടിലാണ്. ഇവിടെ അദ്ദിക്കുട്ടിന് ചാച്ചവാവയുടെ സമയമായിട്ടുണ്ട്. 7:30 ആകുമ്പോഴേക്കും ഞങ്ങൾ വാവ ചാച്ചനാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇന്നിപ്പോൾ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ 12:30-ക്കാണ്. ടിയ എന്നിട്ട് ലിപ്സ്റ്റിക്ക് നന്നായിട്ടുണ്ട് കേട്ടോ. നെയിൽസ് ഒന്ന് കാണിച്ചു തന്നെ നോക്കട്ടെ. ഇപ്പൊ എത്ര നെയിൽസ് ഉണ്ടെന്ന് കാണിച്ചു തരാം. നോക്കട്ടെ ഗൈസ്, നെയിൽസ് മുഴുവൻ പോയി ഗൈസ്. നെയിൽസ് എവിടെ പോയി? ഞാൻ ഫുഡ് കഴിച്ചപ്പോ എനിക്ക് തലയിലേക്ക് പേന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ
കളഞ്ഞു, ഊരി വെച്ചു ഗൈസ്. പറ്റണില്ല. ഇതാണ് നമ്മൾ മമ്മ ആദ്യം പറഞ്ഞായിരുന്നു ഇത് ചെയ്യരുതെന്ന്. അപ്പൊ ടീക്കുട്ടി പറഞ്ഞു എനിക്കിത് വേണം വേണം വേണമെന്ന്. അവസാനം എന്തായി ഗൈസ്? ഫുഡ് ഞാൻ ആപ്പം കഴിച്ചോണ്ടിരിക്കുന്നു. നെയിൽ അതിൻ്റെ. അപ്പൊ അതുകൊണ്ട് എന്താണ് നമ്മൾ യെസ് മതിന്നായി. ഓക്കെ, അപ്പൊ നമ്മളിത് എക്സാക്ട്ലി നമ്മുടെ ട്രിപ്പ് ട്രോളി എടുക്കണം. നീ തന്നെ എടുക്കണം, വേറെ ആരും എടുക്കില്ല. ബാഗ് നീ തൂക്കണം. മമ്മ ഓൺലി വീഡിയോ മാത്രമേ എടുക്കൂ. ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് തരും, ബാക്കി പണികളെല്ലാം നിങ്ങൾ എടുക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിക്ക് ഞാൻ പറയട്ടെ, കാറിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഇത് നോക്കൂ ഗൈസ്, കണ്ണ് ഇവിടെ ഒന്ന് വീങ്ങിയിട്ടുണ്ട്. ഇതിപ്പോ എന്താന്നറിയില്ല, കൊതുക്കടിക്കാനും ഒരു ചാൻസ് ഉണ്ട്. ഇറങ്ങിയിട്ടുണ്ട്. ഇതുവരെ അതാ ഞാൻ ആലോചിക്കുന്നത് എന്താ പറ്റിയത് ഈ കണ്ണിന്റെ ഇവിടെ ഗൈസ്. ഇനിയിപ്പോ കൺകുരുവാണോന്ന് അറിയില്ല കേട്ടോ. ഇത്ര നേരം ഒന്നില്ല. മേ ബി എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. നമുക്ക് നോക്കാം, നടക്ക്. അങ്ങനെ എയർപോർട്ട് എത്തിയിരിക്കുകയാണ്. അങ്ങനെ കുട്ടിക്ക് ഉള്ള സംഭവങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അദ്വിക്കിന് ഇങ്ങനെ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ എളുപ്പ പണികൾ കുറേ നോക്കുന്ന ആളാണ് അദ്വിക്. ടീയെ ഇങ്ങനെ ഉന്തിക്കൊണ്ടിരിക്കും, അദ്വിക് അതിന്റെ മേലെ ഇരുന്നോണ്ടിരിക്കും ഗൈസ്. ഷോപ്പിംഗ് ചെയ്യേണ്ടത്. ഇതെന്താ ടീ നീ ഇങ്ങോട്ട് വലിക്കുമ്പോ അങ്ങോട്ട് പോണേ ഗൈസ്? ഇപ്പൊ സമയം നമ്മൾ 8:30 ആണ് കേട്ടോ. എന്തോ ഒരു ക്ലൂ തരട്ടെ? ഇല്ല, തരില്ല. ഉള്ളിൽ നോക്ക്. അല്ല, ഒരു ഐഡിയ ഇല്ല. അല്ല, നീ ഇവിടെ വന്നിട്ട് അതൊക്കെ നോക്കിയിട്ട് പറയാന്നൊക്കെ പറഞ്ഞു. ഗൈസ്, അതിൽ നീ പറഞ്ഞ സ്ഥലങ്ങളൊന്നും അതിൽ കാണുന്നില്ല ഗൈസ്. ഇത് എവിടുന്നാ? ക്രിസ്മസ് ട്രീയുടെ അവിടെ ഞാൻ റിവീൽ എന്തായാലും ചെയ്യും. അപ്പോൾ കമന്റ്സ് ഒക്കെ നിങ്ങൾ ഇട്ടോളൂ, ഞാൻ ഓഡിയോ തരുന്നതാണ്. ഇവിടെ വന്നപ്പോൾ ടീക്കുട്ടി വിചാരിച്ചത് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റുന്നതാണ് ഏത് കൺട്രിയിലേക്ക്. ഇവിടെ 2 ഓപ്ഷൻസേ ഉള്ളൂ. ഇവിടെ മലേഷ്യ, സിംഗപ്പൂരും ആണ്. പക്ഷെ ഇവിടെ ഒന്നും കാണാനില്ല. അപ്പൊ നമുക്ക് നോക്കാം. ചിലപ്പം ഗൈസ് കണ്ണ് കാണിച്ചാൽ ഇത് ഉറുമ്പ് കടിച്ചാട്ടോ ടീയ. കണ്ണ് ഉറുമ്പ്, അതിന്റെ മേലെയും കൂടി എന്തോന്നുണ്ട്. ഇത് നമ്മള് എന്തോ ഉറുമ്പ് എന്തോ കടിച്ചതാ. പിന്നെ വേറെ എന്ത് കടിച്ചതാ? എന്തോ കടിച്ച. ഇനി മമ്മി ഇത് കണ്ട് ടെൻഷൻ ആവണ്ട, എന്തോ ഉറുമ്പ് കടിച്ചതാണ്. ഡോൺ വെറി. ക്ലൂ കിട്ടിയോ ഗൈസ്? ഡാഡി ചെക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിന്നെ പിടിച്ചു വെക്കണ്ടിയ ആ ചിക്കു, ഉറപ്പാണ്. ഈ കണ്ണൊക്കെ ഇങ്ങനെയുള്ളവരെ പറ്റില്ല. എന്തോ ഉറുമ്പ് കടിച്ചിട്ട്. മമ്മരൊന്നല്ല, തന്നെയാണ് ഗൈസ്. നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ അയ്യോ, ഇത് സീരിയസാ. ഞാൻ അങ്ങനെ നോണ പറയില്ല. നോണ പറയും, പക്ഷെ അങ്ങനെ നോണ പറയില്ല. പേടിക്കണ്ട. സീരിയസ്ലി ഓക്കെ. അപ്പോ ഗൈസ്, നമ്മള് വൈകാതെ തന്നെ ഒരു സാധനം കണ്ട. അത് ഞാനൊരു ആദ്യം ഞാൻ പറഞ്ഞുതരാം എവിടെയാണ് നമ്മൾ പോണേന്നുള്ളത്. നമ്മള് ഇവിടെ ഒരു ചൈന ടൗൺ ഉണ്ട്. എടാ, നമ്മൾ പോണ കൺട്രിയിൽ ഒരു ചൈന ടൗൺ ഉണ്ട്. മനസ്സിലായിട്ടില്ല? അറിയാം. ഓക്കെ, അത് ഏത് കൺട്രി ആണെന്നൊന്നും അറിയില്ല. ഓക്കെ, പിന്നെ അവിടുത്തെ ക്ലൂ എന്ന് പറയുന്നത് അതൊരു 8th ലാർജസ്റ്റ് കൺട്രി ആണ്. 8th or 9th ലാർജസ്റ്റ് കൺട്രി ആണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. 8th or 9th ലാർജസ്റ്റ് കൺട്രി ആണ്. എന്താ അധികൂട്ടൻ എന്താ പറഞ്ഞേ? സിംഗപ്പൂർ. അതെനിക്കറിയില്ല. ഓക്കെ, ശരി. ഞാൻ ഇനി ഒരുപാട് നിങ്ങളെ ഇട്ടിട്ട് ഇതാക്കുന്നില്ല. ഓക്കെ, ഇതിന് 2 പേരുണ്ട്. അതിലെ ഒരു പേര് 2 പാർട്ടായിട്ടാണ്. അതായത് ഇപ്പം മറ്റേ അങ്ങനെ അതുപോലെ ചിലപ്പോൾ വരാം. ഓക്കെ, കൺട്രിയാണ്. ഓ, എന്താ ഒരു എക്സൈറ്റ്മെന്റ് കിട്ടിയാ. അധികുട്ടനും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഓക്കെ, ലാസ്റ്റ് ക്ലൂ. ഡാഡി ലാസ്റ്റ് ക്ലൂ കൊടുക്കാല്ലേ, പാവങ്ങള് ഗൈസ്. ഓക്കെ, ലാസ്റ്റ് ക്ലൂ. അതിന്റെ കറൻസി. ഓക്കെ, അതിന്റെ കറൻസി അദ്വിക് ടിയ 2 പേരും ശ്രദ്ധിച്ചോ. അതിന്റെ കറൻസി, നമ്മൾ പോകുന്ന കൺട്രിയുടെ കറൻസി. എടാ, മമ്മ 2 മാസം ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്നു. അതിന്റെ കറൻസി. എടാ, ഇനി നെക്സ്റ്റ് ഡിസംബറിൽ ഞാൻ ട്രിപ്പ് പ്ലാൻ ചെയ്യൂ. ഓക്കെ, പറയാം. അതിന്റെ കറൻസി
രണ്ടുപേരും ശ്രദ്ധിച്ചോ, ഡാഡിയുടെ 2 പോക്കറ്റിലുണ്ട് ആ കൺട്രിയുടെ കറൻസി. വേഗം നോക്കിക്കോ. ആ റിവീലിംഗ് ആണ് ഗൈസ്. നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് റിവീലിംഗ് ആണ്. അതില് കറൻസി, ഡാഡിന്റെ പോക്കറ്റിൽ കറൻസി ഉണ്ട് ഗൈസ്. അപ്പൊ അത് നോക്കാൻ പോവാണ് ഏത് കറൻസി ആണെന്ന്. ഏത് കറൻസി അടുത്തത് എന്താ? ഡാഡിയുടെ അടുത്ത് എന്തെല്ലാം കാണാൻ പറ്റുമോ? ഏത് കറൻസിയാ ടീയുടെ കയ്യിൽ കൊടുത്തേ? ഏത് കറൻസിയാ? കറൻസി കൈ കെട്ടിയിട്ട് അത് കൈ പിടിക്കോ, അത് നോക്കൂ. അതിൽ കാണാൻ പറ്റും, അറിയാൻ പറ്റും. കറൻസി കൈ കിട്ടിയിട്ടും അറിയാൻ പറ്റുന്നില്ലേ? നിക്ക് പൊന്നോ, ആ സൈഡൊക്കെ നോക്ക്. ഏത് സൈഡാ കറൻസി? Guys, we are going to Malaysia. Adikutta. And ഗൈസ്, അങ്ങനെ നമ്മുടെ ഡ്രീമാണ് ഗൈസ്. നമ്മൾ മലേഷ്യയിലോട്ട് പോവാണ്. അപ്പൊ ഞാൻ എല്ലാം ചെയ്തത് കറക്റ്റ് ആയിരുന്നു. രണ്ട് സോ ഗൈസ്, നമ്മൾ ഫൈനലി നമ്മുടെ ട്രിപ്പ് റിവീൽ ചെയ്തിരിക്കുകയാണ്. വി ആർ ഗോയിങ് ടു മലേഷ്യ. ആർ യു എക്സൈറ്റഡ് ടിയ? ഷോക്കായില്ലേ? ടീക്ക് പേടിയുണ്ടായിരുന്നു ബാലിയോ മറ്റേ അവിടെ എവിടെയെങ്കിലും ശ്രീലങ്കയോ വിയറ്റ്നാമോ ഒക്കെ പോവോന്ന് പേടിയുണ്ടായിരുന്നു. അവിടെ ഒന്നും എത്ര ഒരു ഇതുണ്ടായിരുന്നില്ല ഗൈസ്. ഇവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതൊന്നുമില്ല. യെസ്, അപ്പോൾ നമ്മളുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഗൈസ് മലേഷ്യയിൽ നമ്മളൊരു 6-7 days ആണ് ടിയ. സോ ഇതൊന്നും സത്യം പറഞ്ഞ 2 months ഞങ്ങൾ പ്ലാനിങ് ചെയ്താണ്. ഇവർക്കൊന്നും അറിയില്ല, എനിക്കും ഡാഡിക്കും മാത്രമേ അറിയുള്ളൂ. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ സ്ക്രിപ്റ്റ് ബുക്കില്ലേ അതിൽ ഫുള്ള് മലേഷ്യ എന്നുണ്ട്. അത് നീ കണ്ടിട്ടില്ല. ഈ സ്ക്രിപ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് നീ കിടക്കുന്ന ബെഡിൻ്റെ അടിയിലാണ്. ഓക്കെ, ഇനി ഈ എല്ലാ കാര്യങ്ങളും നമ്മുടെ വീട്ടിലെ ആൻറ്റിക്കും അറിയാം. ഇതൊന്നും നീ ചോദിച്ചിട്ട് പോലില്ല, അച്ചമ്മയ്ക്ക് അറിയാം. ഞാൻ പ്രത്യേകം പറഞ്ഞു. സസ്പീഷ്യസ് മൈൻഡ് ആയതല്ലേ? അച്ഛൻ അറിയാതെ തോന്നുന്നു. അച്ഛൻ അറിയോ? പാവം, അവരാരും ഇല്ല, അറിയില്ല. അല്ല, അച്ഛമ്മ പറഞ്ഞു തോന്നുന്നു കേട്ടോ. അപ്പൊ അച്ഛൻ നല്ല അച്ഛൻ സത്യം പറഞ്ഞു. അച്ഛൻ എനിക്ക് അറിയില്ലാന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞു അവിടെ നല്ല മഴയുണ്ട് എന്തോ പറഞ്ഞു, നല്ല തണുപ്പ്. അപ്പൊ അച്ഛനെ ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ എൻറ്റയർ ഫാമിലി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എനിക്കറിയില്ല എവിടേക്കാ നിങ്ങൾ പോണേ. അങ്ങനെ ഒരു ഫാമിലി ഞങ്ങൾ എല്ലാവരും കൂടി ഹൈഡ് ചെയ്തിട്ട് നമ്മളുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ ട്രിപ്പ്. കുഞ്ഞു, അവിടെ പേരെന്താ? സോറി, ഇവ. ഹായ് ഇവ, സേ ഹായ്. ടീക്കുട്ടി ഇപ്പോൾ കാണുന്നത് നമ്മുടെ ഐറ്റിനറി കാര്യങ്ങളാണ് കേട്ടോ. നിമിഷാൻ്റെ തന്നെ റെഡിയാക്കിയതാണ്. നമ്മളത് ഒരു ട്രാവൽ പാർട്ട്ണറും അല്ല, നമ്മൾ സ്വയം ആയിട്ട് പോയതാണ്. അപ്പോൾ ടീക്കുട്ടി ഫസ്റ്റ് ടൈം കാണുകയാണ്. നമ്മൾ ഫസ്റ്റ് ഡേ എവിടേക്കാണ് പോകുന്നത്, സെക്കൻഡ് ഡേ എവിടേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം വല്ലതും മനസ്സിലായോ? ഭയങ്കര സീരിയസ് ആണ് ഗൈസ്, ഭയങ്കര സീരിയസാണ്. സെറ്റാ ഗൈസ്. അങ്ങനെ നമ്മുടെ ബാഗിനെ നമ്മൾ കൊടുക്കാൻ പോവുകയാണ് അല്ലേ? ഞങ്ങൾക്ക് ആകെ ഒരെണ്ണേ വന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ ബാഗ്സാണ്. അപ്പം നമുക്കിനി മലേഷ്യയിൽ വെച്ച് കാണാം. അല്ല, ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ വെച്ച് കാണാം. ഇപ്പം തന്നെ ചാച്ചവാവ വന്നോ ഗൈസ്? പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. പിടിക്കാം. അദ്ദിക്കുട്ടനും ഡാഡിയും കൂടിയിട്ടാണ്. അത് വേണ്ടടാ ഗൈസ്, ആകെ നമുക്ക് ഒരെണ്ണേ ഉള്ളൂ ഗൈസ്. അങ്ങനെ നമ്മുടെ ഒരെണ്ണം പോയിരിക്കുകയാണ്. സെറ്റാ? പോയോ? അങ്ങനെ ടീ കുട്ടിക്ക് ഇപ്പൊ തന്നെ ഉറക്കം വന്നോടാ. ഉറങ്ങിയാ? ഇവന് തുമ്മി കാലത്ത് തൊട്ട് സ്നീസിങ് തുടങ്ങിയതാണ്. ബോർഡിംഗ് ടൈം എത്ര ആയിട്ടാ പറഞ്ഞിരിക്കണേ? 12:40 ഗൈസ്, പുലർച്ചയ്ക്ക്. ഓക്കെ, നമ്മൾ ഇപ്രാവശ്യം ലഗേജിന് എക്സ്ട്രാ ടീ കുട്ടി ഷോപ്പിങ്ങിന് തിരിച്ചു വരുമ്പോൾ നമ്മൾ ലഗേജിന് മൊത്തം 40 കിലോൻ്റെ എടുത്തിട്ടുണ്ട് ടിയ. യെസ്, നിമിഷ, അദ്വീക്, ടിയ ഗൈസ്. ഫൈറ്റിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. കാല് വേദനിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിനി നേരെ പോകാം അല്ലേടാ? കുറേ ചോക്ലേറ്റ്സ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇതെല്ലാം അതിൻ്റെ റേറ്റ് ഞാൻ കാണിച്ചു തരാം. ഒക്കെ 950,000 റുപ്പീസാണ്. പക്ഷെ നമ്മൾ ഇന്ന് നമ്മൾ ചോക്ലേറ്റ്സ് ഷോപ്പിങ്ങിലാണ് പോണത് ഗൈസ്. നമുക്ക് ഒരു 20,000 to 30,000 റുപ്പീസിൻ്റെ സ്നാക്സ് ഇല്ലെങ്കിൽ ചോക്ലേറ്റ് ഐറ്റംസ് ഇല്ല, വാങ്ങിക്കാൻ പോവുകയാണ് നമ്മൾ. അതിന് വേണ്ടി എക്സ്ട്രാ, അയ്യോ ഇത് നോക്കി, ജെല്ലി ബീൻ മമ്മാസ് ഫേവറേറ്റ്, അതിൻ്റെ 1,110 റുപ്പീസാണ്. നമുക്ക് സെറ്റാക്കാം, ചെയ്യാം. ഓക്കെ, ഷോപ്പിംഗ് ചെയ്യാം.
എന്താ എടുത്തേ? ഇനി ഒരു വെറൈറ്റി സാധനം കാണിച്ചാലല്ലേ ചിക്കു? ചിക്കുവിൻ്റെ കണ്ണ് എങ്ങനെയുണ്ട് നോക്കട്ടെ. എന്നാലും അമ്മമ്മ മൊത്തം പോയത് എന്തോന്ന് കടിച്ചത് നോക്കട്ടെ. ക്ലോസ് യുവർ ഐസ് അല്ല, ഓപ്പൺ യുവർ ഐസ്. ഇപ്പൊക്കെ പോയിട്ടോ. നമ്മളിന്ന് ചോക്ലേറ്റ് ഡോണറ്റ്സ്. വെയിറ്റ് എടുത്തിട്ട് പോ. വെയിറ്റ്, നിനക്ക് ചോക്ലേറ്റ്. ചിക്കു ഫുള്ള് ഫേസ്. ചിക്കുവിൻ്റെ ഫേസ് കാണാൻ നല്ല. ചിക്കു നോക്കട്ടെ. ചിക്കു വായിൽ മൊത്തം ഡോണറ്റ്. നീ ഏതെടുക്കണേ? ഓക്കെ, ഞാനൊരു വാനിലയുടെ ഒരു ടീ കേക്കും ഇതും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ടീ കേക്കാടാ അത്. ഇത് അടിപൊളി സംഭവം കേട്ടോ. നോക്കട്ടെ എങ്ങനെയുണ്ട്. സൂപ്പർ ഗൈസ്. ഇതിപ്പോൾ എക്സ്പ്രസ്സോ എന്നാണ്. സൂപ്പർ. കിട്ടിയടാ നമ്മുടെ സീറ്റ് ഗൈസ്. അങ്ങനെ നമ്മുടെ സീറ്റ് കിട്ടിയിരിക്കുകയാണ്. എവിടെയാ സീറ്റ്? ഓക്കെ. അത്തിക്കുട്ടൻ ഫസ്റ്റ് ഇരുന്നോ? ഓക്കെ, ഞാൻ സെറ്റാക്കാം. ഓക്കെ, റെഡി. അങ്ങനെ ഫൈനലി നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എനിക്ക് തോന്നുന്നു നമ്മുടെ അതെടുക്കാം. ഏത് വേറെ മറ്റേ സംഭവം എന്താ, ബ്ലാങ്കറ്റ് എടുക്കാം ഗൈസ്. നല്ല തണുത്തിട്ട് കിട്ടിക്കിട്ട് വിറച്ചിട്ടിരിക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ അധികൂടെ വിൻഡോ സീറ്റാണ് കേട്ടോ. അവന് വിൻഡോ സീറ്റ് അല്ലാതെ. ചിച്ചു നോക്കട്ടെ, ചിച്ചു ഹാപ്പി. വിറയ്ക്കുന്നു എന്നാണ് പറയണേ ഗൈസ്. നമുക്ക് ഡാഡി ദേ അവിടെ തന്നെ ഉണ്ട്, എല്ലാം സെറ്റ്. അപ്പോൾ നമുക്ക് നേരെ ഇനി മലേഷ്യയിൽ ഇറങ്ങിയിട്ട് കാണാമല്ലേ ടിയാ? യെസ് ഗൈസ്. അങ്ങനെ നമ്മൾ ദേ ഫ്ലൈറ്റിൽ കയറിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം രാത്രി 1 മണിയാണ് ഗൈസ്. 1 മണിയാണ്. 1:18 ആയിട്ടുണ്ട്. ദേവിടെ അദ്ദിക്കുട്ടൻ. ഇരിക്കാട്ടോ ഇപ്പം ഇരിക്കാട്ടോ. നീ എന്നല്ലേ ഇവിടെ ഇരിക്കുന്നത്. ഡാഡി നമ്മുടെ ഓപ്പോസിറ്റാണ് വന്നിട്ടുള്ളത്. നീ ഇരുന്നോടാ ടിയ. എനിക്ക് രാത്രിയിലെ ട്രാവലിംഗ് ഇഷ്ടമേ അല്ല. നിനക്കോ? എനിക്കിഷ്ടമല്ല. എനിക്ക് ഡേ ആണ് ഇഷ്ടം. പക്ഷെ നമുക്ക് നിവർത്തിയില്ല ഗൈസ്. ഞങ്ങൾക്ക് ബാക്കിൽ ഡാഡി അവിടെ ഇങ്ങനെ കേട്ടോ കിടക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ കുട്ടി ബാഗ് എടുത്തിട്ട് ഇവിടെ നമുക്ക് ആക്ച്വലി സീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്താൽ മതിയായിരുന്നു. നിനക്ക് ഇവിടെ മിണ്ടാതെ കിടക്കായിരുന്നു കേട്ടോ ടിയ. ഇനിയോ നമ്മൾ എത്തി റീച്ച്. ഉറക്കം വരിക. നീ അത്യാവശ്യം നന്നായി ഉറങ്ങി കേട്ടോ. ഇനി എന്തുറക്കം വരണേ? ഇവിടെ ലിപ്സ്റ്റിക്ക് നമ്മളിപ്പം ഇറങ്ങാൻ സമയമായി ഗൈസ്. അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുകയാണ്. എനിക്ക് വയ്യ. ചിപ്പി നോക്കൂ. വാവ്, എന്തൊരു ഭംഗി. ഇവിടെ ഒരാളുണ്ട്. ഇവിടെ ഉറങ്ങാണ്. ചാച്ചവാവയാണ് ഗൈസ്. ഇവിടെ ഒന്നും വീഡിയോ എടുക്കരുത് മമ്മ. അവിടെ ക്ലൗഡ്സ് കാണുന്നുണ്ട്. നോക്കി ഗൈസ്. നമ്മൾ സേഫ്ലി മലേഷ്യയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇമിഗ്രേഷനും കാര്യങ്ങളും ഒക്കെ നോക്കട്ടിയാ. അദ്വിക് സേ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറഞ്ഞൊന്നും ആരും കേൾക്കുന്നില്ല കേട്ടോ. ഉണ്ടല്ലടാ ഗൈസ്. നോക്കി എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന്. ദേ ഇവിടെ ഫുള്ള് ഫ്ലൈറ്റ്സ് എല്ലാം ഉണ്ട്. നല്ല ഭംഗിയുണ്ട് ഗൈസ്. കളർഫുൾ ഫ്ലൈറ്റ് ആയിട്ടുണ്ടല്ലോ ഡാഡി. ഗൈസ് നമുക്ക് ഇമിഗ്രേഷൻ ആണ്. അത്ര തിരക്കുണ്ടോ ചോദിച്ചാൽ അത്ര തിരക്കില്ല അല്ലേ ടിയ? നോക്കിയേ. ഇനി നമ്മൾ നേരെ നമ്മുടെ ഹോട്ടലിലോട്ട് പോവാണ് ഗൈസ്. ഹോട്ടൽ എന്ന് പറയുന്നത് ഇങ്ങോട്ട് തിരികെ, എന്നാലും എനിക്ക് നിന്നെ കാണുമോ. ഹോട്ടൽ നമ്മൾ മലേഷ്യയിലാണ്. ദിസ് ഇസ് കോലാലംപൂർ. അതാ. അപ്പോൾ നമ്മുടെ ബാഗ് വന്നിരിക്കുക കേട്ടോ. യെസ്. അങ്ങനെ നമ്മുടെ ബാഗും കിട്ടി. ഇനി നമ്മൾ നേരെ ഒരു ടാക്സി എടുത്ത് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ പ്ലേസായ മലേഷ്യയിലോട്ട് പോവാണ്. ബാഗെല്ലാം സെറ്റായി. വല്ലത് പൊട്ടിപ്പോയിട്ടുണ്ടോ എന്നാണ് ഇനി പറയേണ്ടത്. ഇല്ല, ഓൾ സെറ്റ്. സമാധാനം. സോ നമ്മൾ ലഗേജ് എല്ലാം ട്രോളിയിൽ വെച്ച് ഇനി നമ്മൾ പുറത്തോട്ട് പോവുകയാണ്. എല്ലാം വളരെ സ്മൂത്തായി കഴിഞ്ഞു. അതെയോ? ഇനി ഇതൊന്നും അല്ല ഗൈസ്. എൻ്റെ അമ്മേ അദ്ദിക്കുട്ട, ഇതുപോലെയാണോ നമ്മുടെ പല സ്യൂട്ട് കേസും പൊട്ടിപ്പോയത്? എന്തുമാത്രമാണല്ലേ. ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ KFC ആണ് എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ എയർപോർട്ടിനുള്ളിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് KFC എന്നാണ് പറയുന്നത്. അപ്പം ഇതിൽ എന്താണ് നമുക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അപ്പം നമ്മൾ തൽക്കാലം എടുത്തിരിക്കുന്നത് ഇതൊക്കെയാണ് കേട്ടോ. അപ്പം പാസ്പോർട്ട് ഞാൻ അല്ല ഡാഡിയുടെ കയ്യില്ല.
അപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ ടോട്ടൽ വന്നിരിക്കുന്നത് 41 റിങ്കറ്റ്സ് ആണ്. കണ്ടോ, 41 റിങ്കറ്റ്സ് ആണ്. അതായത് നമ്മുടെ നാട്ടിൽ 20 ആണ് 1 റിങ്കറ്റ് എന്ന് വരുന്നത്. അപ്പോൾ എത്ര രൂപയായി വന്നാൽ 40 × 20 എത്രയാ? 40 × 20 വേഗം പറയൂ. 40 × 20 ശരി. അപ്പം 800 റുപ്പീസിൻ്റെ സാധനങ്ങളാണ് ഇവിടെ. ആ 800 റുപ്പീസിന് നമുക്ക് കുറേ സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങാം, കുറച്ചൊരു ഡിഫറൻസിലടിയാ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ KFCയുടെ കുറേ സംഭവങ്ങൾ എത്തിയിട്ടുണ്ട്. ഇത് ഏതൊക്കെയാണോ നമുക്കൊരു ഡാഡി എന്താ ഓർഡർ ചെയ്തത്? നമ്മൾ കുറേ സംഭവങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം നമുക്ക് വന്നത് 800 റുപ്പീസിനാണ് ഈ ചെറിയ സംഭവങ്ങളെല്ലാം കേട്ടോ. വർത്താണോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇത് നമ്മുടെ ആ എഗ്ഗ് സംതിങ് ആണ്. ഇത് ബർഗറാണ്. എങ്ങനെയുണ്ട് ടേസ്റ്റ് പറയണം കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കുട്ടിക്ക് ശരിയായിട്ടില്ല. അപ്പോൾ ഇവിടെ സ്റ്റാർബക്സിൻ്റെ എന്താ സാധനം നിൻ്റെ പിങ്ക് ഡ്രിങ്ക് ഉണ്ട്. കഴിച്ചിട്ടേ ഇല്ല. നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഇതല്ലേ സ്റ്റാർബക്സ്? ഇന്ത്യയിൽ ഈ എന്താ പിങ്ക് ഡ്രിങ്ക് അവൈലബിൾ അല്ല. നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ. പിങ്ക് ഡ്രിങ്ക് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ചോദിക്കൂ. സൈസ് മീഡിയം. ഹൗ മച്ച് ഗൈസ്? അങ്ങനെ പിങ്ക് ഡ്രിങ്ക് ഇവിടെ ഉണ്ട്. പിങ്ക് ഡ്രിങ്ക് ഇവിടെ ഉണ്ടടാ. ഒട്ടിയൂലി. TIYA. ഓ, പേരെഴുതും അതിനല്ലേ? ഓ, അങ്ങനെയാണ്. പേയ്മെന്റ് അല്ല. ഡു ഇറ്റ്. ഒന്നും ചെയ്ത് നോക്ക്. ചേട്ടൻ അവിടെ പിങ്ക് ഡ്രിങ്ക് മേക്ക് ചെയ്യുന്നുണ്ട്. ഇത് എന്ത് വലിയ സംഭവമാണെന്ന് അറിയോ? 2 minutes കൊണ്ട് ഗൈസ് പിങ്ക് ഡ്രിങ്ക്. താങ്ക് യു. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഇതാണ് പിങ്ക് ഡ്രിങ്ക്. ടിയ എന്നൊക്കെ എഴുതിയിട്ട് തന്നിട്ടുണ്ട്. ഇവിടെ എങ്ങനെയുണ്ട് ഗൈസ്? ഇത് ഡാഡിക്കൊക്കെ കൊടുക്കണം. ഡാഡിക്ക് ഇട്ടിട്ടല്ല കേട്ടോ. അതായത് സ്ട്രോബെറിനെ ഇങ്ങനെ വെറുതെ എന്തോ ഒരു ക്രീമിലിട്ടിട്ട് ആക്കിയിട്ടുള്ള സാധനമാണ് ഈ പിങ്ക് ഡ്രിങ്ക് എന്ന് പറയുന്നത്. ഗൈസ്, നമ്മളപ്പോൾ എയർപോർട്ടിൽ നിന്ന് നമ്മളെ പിക്ക് ചെയ്യാൻ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതേ സംഭവം നമുക്ക് ആകെ വളരെ സിമ്പിളായിട്ടുള്ള ലഗേജ് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ദേ നല്ലവനായി അങ്കിൾ നമുക്കിതേ ലഗേജൊക്കെ വെച്ച് നമ്മളിനി നേരെ നമ്മുടെ ഹോട്ടലിലോട്ട് പോവാണ് ഗൈസ്. റെഡി? എല്ലാം വെച്ച് ചെക്ക് ചെയ്തു. ഡാഡി കയറിക്കോളൂ. ഓൺലി 1 luggage. 1. It's okay, no problem. Okay, get into the car. അതിലേക്ക് വരണില്ലേ? ചുച്ചു വരണില്ലേ? ഓക്കെ, കയറൂ.